നോക്കൂ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയുടെ പുറത്താണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് അതിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി SFI ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ED കേസിൽ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡായി പ്രവർത്തിക്കുകയാണ്. ആര് തമ്മിൽ ഒരു 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 ഇന്റർ സെറ്റിൽമെന്റ് ബോർഡായി ആര് തമ്മിലുള്ള സെറ്റിൽമെന്റിന് BJPയും CPM തമ്മിലുള്ള സെറ്റിൽമെന്റിന് പല കാര്യങ്ങളിലും ഒരു സെറ്റിൽമെന്റ് ഇന്റർ മധ്യസ്ഥന്റെ റോളാണ് ED എടുത്തു പോരുന്നത്. അത് നമുക്ക് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് തൊട്ട് കാണാൻ സാധിക്കും. കരുവന്നൂർ ബാങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഹകരണ ബാങ്കിന്റെ വകുപ്പ് മന്ത്രി സഹകരണ ബാങ്കിലെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതി ഇറക്കപ്പെടുന്നത്. AC മൊയ്തീൻ അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയാണ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുമാണ്. ഈ കേസ് നടക്കുമ്പോൾ അവിടെ ഒരു മരണം ഉണ്ടായി, ഒന്നല്ല 3 മരണം ഉണ്ടായി. ഒരു മരണം ഫിലോമിന എന്ന് പറയുന്നത് സ്ത്രീയുടേതായിരുന്നു. അപ്പോഴാണ് ED അവിടേക്ക് എത്തുന്നത്. ED എത്തണം എന്ന ആവശ്യം അന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ED അവിടെ എത്തുകയും EDക്ക് ഇപ്പൊ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനേക്കാളൊക്കെ വലിയ എമൗണ്ട് അവർക്ക് ആവശ്യപ്പെടുന്ന അത്ര തന്നെ എമൗണ്ട് വോളിയം ഉള്ള ഒരു കേസായിരുന്നു ഈ കരുവന്നൂരിലെ കേസ്. പക്ഷെ കരുവന്നൂരിലെ കേസിൽ എന്താ ഉണ്ടായത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ ED ആ കേസ് അവസാനിപ്പിച്ച് തിരിച്ചു കയറിപ്പോയി. എന്നിട്ടോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPക്ക് ആദ്യമായി ഒരു MP ഉണ്ടായി. ഇപ്പോ ചിലപ്പോൾ ജയരാജ് അടുത്ത ടൈമിൽ പറഞ്ഞേക്കാം കോൺഗ്രസിന്റെ വോട്ടല്ലേ പോയത്. എങ്ങനെയാ കോൺഗ്രസിന്റെ വോട്ട് പോകുന്നത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് CPMന്റെ അവിടെ കുറഞ്ഞു. അങ്ങനെയാണ് അവിടെ BJPക്ക് ഒരു MP ഉണ്ടാവുന്നത്. പിന്നീട് കരുവന്നൂർ കേസിൽ കേന്ദ്ര ഏജൻസിയുടെ ഏതെങ്കിലും അന്വേഷണമോ മുന്നോട്ട് പോകലുകളോ ഉണ്ടായിട്ടുണ്ടോ? അയ്യന്തോളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്, നേരത്തെ ഹരിദാസ് പറഞ്ഞു ഏത് AKG സെന്റർ ആണ് ഇവരുടെ ഓഫീസ് അഡ്രസ്. അത് പോട്ടെ, ലൈഫ് മിഷൻ കേസിൽ പ്രതി ഇറക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അയാൾ ജയിലിലേക്ക് പോയി. ആ ശിവശങ്കരന്റെയും കൂടി ഓഫീസായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായ ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസ് ആണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് കേന്ദ്ര ഏജൻസി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എഴുതി ചേർത്തത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം, അതായത് ക്രൈം നടന്ന സ്ഥലം. ആ സ്ഥലം ഇപ്പൊ ഞാനിപ്പോ മഞ്ജുഷിനെ ആക്രമിക്കുന്നു എന്നിരിക്കട്ടെ, ന്യൂസ് 8ന്റെ സ്റ്റുഡിയോയിൽ വെച്ച്. അങ്ങനെ ആക്രമിക്കുമ്പോൾ പോലീസ് ഏറ്റവും ആദ്യം എത്തേണ്ട എവിടെയാ? നമ്മുടെയൊക്കെ സ്വാഭാവികവും വളരെ ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാവുന്ന ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്താ? അത് ക്രൈം നടന്നിടത്താണ്. അപ്പോ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഥവാ ക്ലിഫ് ഹൗസ്, ഈ 2 സ്ഥലങ്ങളിലും ആരെത്തിയില്ല? ആ അന്വേഷണ ഏജൻസി എത്തിയില്ല.